എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഗ്രീൻ എനർജി ട്രാൻസിഷൻ ഫോർ ഇക്കണോമിക് ഗ്രോത്ത് എന്ന ഒരു ആർട്ടിക്കിളാണ്. നമുക്കറിയാം, COVID-19 പാൻഡമിക് വളരെയധികം ശക്തമായി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ശക്തമായി പ്രതിരോധം തീർക്കുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തന്നെയാണ് അടിത്തറ ഇളകി പോകുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു രാജ്യങ്ങളുടെയും എക്കണോമിക് ട്രാജക്ടറിയെ തിരികെ പിടിക്കുവാനുള്ള ചില മാർഗങ്ങൾ രാജ്യങ്ങൾ തിരഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഗ്രീൻ എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഗ്രീൻ എനർജി എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഴിവതും അല്ലെങ്കിൽ രാജ്യത്തിന്റെ പരമാവധി റിസോഴ്സുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് എനർജി ക്രിയേഷന് വേണ്ടിയും എനർജി യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടുമാണ്. ഇത്തരത്തിലുള്ള എനർജി ക്രിയേഷൻ അല്ലെങ്കിൽ എനർജി യൂട്ടിലൈസേഷൻ ഡൊമസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ഇൻഡിജീനസ് ആയിട്ട് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ റിസോഴ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ 23.5 ഡിഗ്രി നോർത്തിനും 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും ഇടയ്ക്ക് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഇക്വറ്റോറിയൽ റീജിയനിൽ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, പലതരത്തിലുമുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, അതുപോലെ തന്നെ ആളുകളുടെ ഉപയോഗിക്കാനുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള ഇതിന്റെ മാനുഫാക്ചറേഴ്സിന് വേണ്ട ഹ്യൂമൻ റിസോഴ്സസ്, എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ദിസ് കൺട്രി. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ തിരിച്ചുവരവിൽ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള തിരിച്ചുവരവിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഗ്രീൻ എനർജിയുടെ ജനറേഷനും അതിന്റെ മാർക്കറ്റിങ്ങും അതിന്റെ വിപണനവും ഒക്കെയും എന്താണ് രാജ്യത്തിന്റെ തിരിച്ചുവരവിൽ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. Economic and social disruption caused by the COVID-19 pandemic is devastating. Millions of enterprises face an existential threat. Informal economy workers are particularly vulnerable because the majority lack social protection and access to quality healthcare and have lost access to productive assets and demand in the economy. നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് പലപ്പോഴും സോഷ്യൽ സെക്യൂരിറ്റി നോംസിനകത്ത് വരുന്ന ആളുകളുടെ എണ്ണം കുറവ്, അതുപോലെ തന്നെ എന്താണ് പല നിർമ്മാണ മേഖലകളുടെയും സ്തംഭനം, പല കാരണങ്ങൾ കൊണ്ടും ഈ രാജ്യത്തിന്റെ ഇക്കണോമിയുടെ ഒരു ഷാറ്റേഡ് ഇക്കണോമിയായി മാറിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു വി ഷേപ്പ് ഇക്കണോമിക് റിക്കവറി ഈസ് പോസിബിൾ ഫോർ ഇന്ത്യ. എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള ഏറ്റവും സാഹചര്യം ഒരു ഗ്രീൻ സ്റ്റിമുലസ് ആണ് നമുക്കിവിടെ വേണ്ടത് എന്നതാണ് ഈ ആർട്ടിക്കിൾ അഭിപ്രായപ്പെടുന്നത്. The focus on green energy for boosting economic growth എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രോപ്പ് റെസിഡ്യൂ ആൻഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. എന്താണ് ഈ ക്രോപ്പ് റെസിഡ്യൂ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ? ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? പലപ്പോഴും എന്താണ് ക്രോപ്പ് റെസിഡ്യൂ? നമുക്കറിയാം, നമ്മുടെ പഞ്ചാബ് ബെൽറ്റിലുള്ള ഒരു കർഷകര് പലപ്പോഴും എന്താണ് ദീപാവലിയോടനുബന്ധിച്ച് വരുന്ന അല്ലെങ്കിൽ പലപ്പോഴും ഈ പാഡി സ്ട്രോസ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പാഡി സ്ട്രോസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പാഡി സ്ട്രോ, അതായത് നമ്മുടെ വൈക്കോൽ എന്നറിയപ്പെടുന്ന ഒരു വേസ്റ്റ് ഉണ്ട്. അതുപോലെയുള്ള മറ്റൊന്നാണ് നമ്മുടെ കരിമ്പിൻ ചണ്ടി പോലുള്ള സാധനങ്ങൾ. പലപ്പോഴും എന്താണ് റെസിഡ്യൂസ് എപ്പോഴും ഒരു വേസ്റ്റ് ആയിട്ട് പോവുകയും അത് പലപ്പോഴും തീ കത്തിക്കുവാനും അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് പാടം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മിച്ചമുള്ള പാഡി സ്ട്രോസിനെ മുഴുവൻ കത്തിച്ചു കളയുകയും അതിന്റെ പ്രകാരം ഒരു രാജ്യത്തെ അന്തരീക്ഷ മലിനീകരണത്തിൽ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത ഒരു ഹാപ്പി സീഡർ മെഷീൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു സാഹചര്യം എന്താണ് എന്ന് ഒന്ന് പറയാതെ വയ്യ. ക്രോപ്പ് പലപ്പോഴും എന്താണ് നമ്മുടെ രാജ്യത്ത് കർഷകർ കൃഷി ചെയ്തതിനു ശേഷം ട്രില്യൺസ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ആണ് കൃഷി ചെയ്യുന്നത്. പലപ്പോഴും എന്താണ് ഇത് നട്ട് വളർത്തിയെടുക്കുന്ന സാധ്യതയിൽ ഇവർ കട്ട് ചെയ്യുന്ന പലപ്പോഴും ഭൂമിയോട് ചേർത്ത് ഈ ഒരു ഭാഗത്തും കട്ട് ചെയ്യുകയും ബാക്കിയുള്ള റിമെയിൻസ് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ കത്തിച്ചു കളയുകയാണ് പാടം മറ്റ് കൃഷിക്ക് വേണ്ടിയിട്ട് നിലമൊരുക്കാൻ വേണ്ടി ബാക്കിയുള്ള വേസ്റ്റ് കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഒരു സ്മോഗ് ആയിട്ട് രൂപീകരിക്കപ്പെടാറുണ്ട്. ഈ സ്മോഗ് പലപ്പോഴും അല്ലെങ്കിൽ അവിടുത്തെ പല ഹെൽത്ത് ഹസാർഡ്സിലേക്ക് എത്തിക്കുകയും ഈവൻ ഡെത്തിലേക്ക് പോലും ലീഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സ്മോഗ് എന്ന് പറയുന്നത്. സ്മോക്ക് പ്ലസ് ഫോഗ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഹാപ്പി സീഡർ മെഷീൻ പോലുള്ള
ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ റിമൈൻസ് പ്ലക്ക് ചെയ്തെടുക്കുകയും പുതിയ സീഡ് നട്ടുവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഈ പറിച്ചെടുക്കുന്ന ഈ സീഡ് അല്ലെങ്കിൽ പാഡി സ്ട്രോ അല്ലെങ്കിൽ മറ്റു കരിമ്പിൻ ചണ്ടി മറ്റേതെങ്കിലും റെസിഡ്യൂസ്, ഇവയുടെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രോബ്ലം ആയിട്ട് എടുത്ത് പറയുന്നത്. നമ്മൾക്കറിയാം തെർമൽ പവർ പ്ലാന്റുകൾ നമുക്കുണ്ട്. ഈ തെർമൽ പവർ പ്ലാന്റുകളിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത് കോളിന്റെ അല്ലെങ്കിൽ കൽക്കരിയാണ് ഒരു എനർജി ഫാക്ടർ ആയിട്ട്, അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടിയിട്ടുള്ള എനർജി ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് കൽക്കരിയാണ്. അപ്പൊ അത്തരം കൽക്കരി മൂലമുണ്ട് അല്ലെങ്കിൽ കൽക്കരിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന തെർമൽ പവർ പ്ലാന്റുകളിലേക്ക് കൽക്കരിക്ക് പകരം എന്തുപയോഗിക്കാം? ഈ ക്രോപ്പ് റെസിഡ്യൂസ് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് രണ്ട് ഗുണങ്ങളാണ് ഇതുമൂലം നമുക്ക് ഉണ്ടാവുക. ഒന്ന്, എന്ത് ചെയ്യാം? മൈനിങ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ കൽക്കരിയുടെ അല്ലെങ്കിൽ പുതിയ മൈനിങ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? രണ്ട്, ഇൻകം ഓഫ് ഫാർമേഴ്സ് ക്യാൻ ബി എസ്കലേറ്റഡ്. അതായത് കർഷകരുടെ വരുമാനം കൂട്ടുവാനുള്ള, അല്ലെങ്കിൽ ഗവൺമെന്റ് 2022 കൂടി 50%-ഓളം അല്ലെങ്കിൽ കർഷകന്റെ വരുമാനം കൂട്ടും എന്ന ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെന്റിന് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായമായിരിക്കും ഈ തരത്തിൽ ഫാർമേഴ്സിന്റെ ഇൻകം ജനറേഷൻ അല്ലെങ്കിൽ ഇൻകം എസ്കലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇവരുടെ ക്രോപ്പ് വിൽക്കാം. അതിനൊപ്പം തന്നെ എന്താണ്? ഈ റെസിഡ്യൂ കത്തിച്ചു കളയാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലേക്ക് കർഷകന്റെ വരുമാനം കൂട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തും. അതിന്റെ സബോർഡിനേറ്റീവായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ട് മറ്റൊരു പ്രധാനം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാഹചര്യം പലപ്പോഴും പൊല്യൂഷന്റെ അളവ് അല്ലെങ്കിൽ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം വളരെ കുറയ്ക്കുവാനും സഹായിക്കും. അത്തരത്തിലുള്ള ഒരു മൾട്ടി ഫസറ്റഡ് ആയിട്ടുള്ള ഒരു സാധ്യതയാണ് ഈ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്രോപ്പ് റെസിഡ്യൂ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ പ്രൊക്യൂറിംഗ് ഓൾ ദ ക്രോപ്പ് വേസ്റ്റ് അറ്റ് എ റെമ്യൂണറേറ്റീവ് പ്രൈസ്. അതായത് കൃത്യമായിട്ട് കർഷകന് വില കൊടുത്ത് വാങ്ങുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇവിടെ ഒരു കർഷകൻ മാത്രമല്ല ഇതിൽ ഇൻകം ഉണ്ടാക്കുന്നത്. ഈ സപ്ലൈ ചെയിനിലുള്ള ഏതൊരു വിഭാഗം ആളുകളും അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുന്ന ആൾക്കും അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റുകൾ എത്തിക്കുന്നതിനും വരെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം? അത്ര ഹാൻഡ്ലേഴ്സ് ഉണ്ടാവും. അവർക്കെല്ലാം ഇൻകം ജനറേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ഒരു സാധ്യത എന്ന് പറയുന്നത്. നമുക്കറിയാം, NTPC has already done this successfully without adding to the cost of generation, as the cost of briquette is comparable to the coal in energy terms. ഇപ്പൊ പലപ്പോഴും എന്താണ്? നമുക്കറിയാം, നമ്മുടെ പല തെർമൽ പവർ പ്ലാന്റുകളും എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിലുള്ള സാഹചര്യം ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കർഷകന് ഇൻകം കിട്ടും, അതുപോലെ തന്നെ ഈ സപ്ലൈ ചെയിനിലുള്ള ആളുകൾക്ക് ഇൻകം കിട്ടും. ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി GDP-യും ഇൻക്രീസ്ഡ് ആവാൻ ഉള്ള ഒരു സാധ്യതയാണ് ഈ ഒരു സാഹചര്യം മുന്നോട്ട് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത്. Boost investment. The crop waste can be given for the conversion into briquettes to private entrepreneurs. Dispersed private investment for conversion would take place, creating demand for the conversion equipment, labor and transport. ഒരു രീതികളിലേക്ക് അല്ലെങ്കിൽ ഒരു തലത്തിലേക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് പ്രൊക്യൂർ ചെയ്യാനും ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒരു സാധ്യത പ്രൊക്യൂർ ചെയ്യാനും അത് ബ്രിക്വറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ നമ്മുടെ NTPC ഡിമാൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുമുള്ള ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇൻവെസ്റ്റ്മെന്റുകൾ വരും, അതിനനുസരിച്ച് എന്ത് ചെയ്യും? ജോലി സാധ്യതകൾ വരും. അതുപോലെ തന്നെ എന്താണ്? ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടുന്ന വാഹനങ്ങളും അങ്ങനെയുള്ള ഒരു വലിയ ഒരു സപ്ലൈ ചെയിൻ ഡിമാൻഡ് തന്നെ എവിടെ ഉണ്ടാവുന്നുണ്ട്? ഈ ഒരു സാധ്യത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ? ഈ തലത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റുകൾ ബൂസ്റ്റ് ഉണ്ടാവും. അതിനൊപ്പം തന്നെ ഈ രാജ്യത്ത് ഒരു ലേബർ ഇൻക്രീസ് അല്ലെങ്കിൽ ലേബറിന്റെ ആവശ്യകത ഉണ്ടാവുകയും ഡിമാൻഡ് കൂടുകയും അവർക്ക് തൊഴിൽ സാധ്യത ഉയരാനുമുള്ള ഒരു സാധ്യതയാണ് ഈ തരത്തിൽ ഒരു ഗ്രീൻ ഇനിഷ്യേറ്റീവ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റൊരു സാഹചര്യമാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് പല കമ്പനികൾ എന്താണ് ഇപ്പൊ ഇലക്ട്രിക് സ്കൂട്ടറുകളായിട്ടും ഇലക്ട്രിക് കാറുകളായിട്ടും ഇലക്ട്രിക് ബസ്സുകളായിട്ടും ഒക്കെ നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ ഇത് കമ്പാരിറ്റീവ്ലി എന്താണ് പല ആളുകൾക്കും എന്താണ് ആക്സസിബിൾ അല്ല. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഉയർന്ന വിലയും ചില കുറഞ്ഞ സ്ഥലങ്ങളിലുള്ള ഒരു ചാർജിങ് പോയിന്റുകളുടെ എണ്ണം കുറവും ഉള്ളതാണ്. അങ്ങനത്തെ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകൾ ഇല്ലാതിരിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്
നമുക്കറിയാം ഈ ഒരു എയർ പൊല്യൂഷൻ പോലുള്ള അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഇല്ലാത്ത വളരെ സേഫ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഇലക്ട്രിക് കാറുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ലെസർ പൊല്യൂഷൻ നമ്മുടെ അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പെട്രോളിയം ഫ്യൂവൽസിൽ ഓടുന്ന കൺവെൻഷണൽ ഫ്യൂവൽസിൽ ഓടുന്ന വെഹിക്കിളിനേക്കാൾ കുറഞ്ഞ അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കുന്ന സീറോ എമിഷൻ ഉള്ള ഒരു ഡിവൈസുകളാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് പലപ്പോഴും കിലോമീറ്ററിലെ കണക്ക് നോക്കിയാൽ പലപ്പോഴും എന്താണ് കുറഞ്ഞ റേറ്റിലാണ് വാഹനങ്ങൾ ഓടുന്നത്. എന്നിരുന്നാൽ പോലും ആളുകൾക്ക് ഇതിനകത്തൊരു ഡിമാൻഡ് ഉണ്ടാകുന്നില്ല. ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. സോ ദർ ഈസ് എ ചാൻസ് to increase or investment in infrastructure, that is charging infrastructure as well. ഈ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാൻ സാധിക്കും. അതുവഴി എന്ത് ചെയ്യാം, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കാൻ അല്ലെങ്കിൽ സാധിക്കുന്നതാണ്. The national program for building charging stations in all cities with a population of over 1 million is called for. It can be financed fully through a central government guaranteed debt. നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയിലുള്ള ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം കൊണ്ടുവരികയും അത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുകയും ചാർജിംഗ് പോർട്ടുകളും അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറും വളരുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ ഉണ്ടാവുകയും അത്തരത്തിൽ ഈ ജോലി അല്ലെങ്കിൽ ജോബ് ക്രിയേഷൻ ഈ മാർക്കറ്റിൽ ഉണ്ടാവുകയും ചെയ്യും. This would provide a large demand of stimulus across the country, generate a sustained surge in demand of electric vehicles and their manufacturing supply chain. The purchase of electric bus for city bus services may also be fully financed through government guaranteed debt. ഇത്തരത്തിൽ നമുക്ക് ഒരു ഡിമാൻഡ് സ്റ്റിമുലസ് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെ? ഇത്തരത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ചാർജിംഗ് പോർട്ടുകൾ അല്ലെങ്കിൽ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരികയും ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടി കൂടുതൽ സാധ്യത അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കുകയും ഡിമാൻഡ് കൂട്ടുകയും ചെയ്യാൻ സഹായിച്ചാൽ we will be very close to 2030 ഇനിഷ്യേറ്റീവ്സ്. അതായത് പാരീസ് എഗ്രിമെന്റിൽ നമ്മളുടെ കമ്മിറ്റ്മെന്റ് 2030 കമ്മിറ്റ്മെന്റിലേക്ക് വളരെ അടുത്തായിരിക്കും രാജ്യത്തിന്റെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന ഒരു സാഹചര്യത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ഒരു ബ്രോഡ് വേവിലുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് രാജ്യം പോവുകയും അത്തരത്തിൽ ഒരു ജോബ് ക്രിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന എക്കണോമിക് സ്റ്റിമുലസ് കാരണം ഈ COVID-19 കൊണ്ടുവന്ന പ്രോബ്ലത്തിൽ നിന്നും റിവാമ്പ് ചെയ്യാനും രാജ്യത്തിന് സഹായിക്കും എന്നതാണ് ഈ ആർട്ടിക്കിൾ നമ്മളോട് പറയുന്നത്. അടുത്തത് റിന്യൂവബിൾ എനർജി ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യ ഹാസ് ഷോൺ അഡ്മിറബിൾ ambition in going well beyond its commitment under the Paris Agreement to aim for 450 gigawatt of renewable energy capacity by 2030. An easy way of achieving progress is to have a national policy guidance for the states to get electricity distribution companies to announce a remunerative price at which they would buy solar power in kilowatt range from rural areas. അതായത് നമ്മുടെ രാജ്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 23.0 ഡിഗ്രിക്കും 23.5 ഡിഗ്രിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ സോളാർ ഇൻസിഡൻസ് ഉള്ള ഒരു വലിയ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമാണ്. അത്തരത്തിലുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ എല്ലാ റൂറൽ ഏരിയാസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോളാർ എനർജി ക്രിയേഷൻ ഉണ്ടാക്കുവാനും അത് ഡിസ്കോം കമ്പനികളിലേക്ക് വാങ്ങിക്കുവാനുമുള്ള, ഡിസ്കോം ഇൻ ദ സെൻസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന് മാർക്കറ്റ് റേറ്റിൽ വാങ്ങിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വി ക്യാൻ ബൂസ്റ്റ് റൂറൽ ഇക്കണോമി ആസ് വെൽ. റൂറൽ ഇക്കണോമിയിൽ ഒരു ബൂസ്റ്റ് ഉണ്ടാക്കാൻ ഈ ഒരു മൂവ്മെന്റിന് സഹായിക്കുന്നതായിരിക്കും. The solar power generated in a village would make it much easier to provide electricity in the day to farmer for irrigation. ഇത് പലപ്പോഴും എന്താണ് തീരെ അല്ലെങ്കിൽ സീറോ കോസ്റ്റിൽ ഫാർമേഴ്സിന് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുവാൻ സാധിച്ചാൽ അത് കർഷകന്റെ വരുമാനം കൂട്ടുകയും അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, പല തരത്തിലുള്ള ഒരു എക്കണോമി സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇൻകം ബൂസ്റ്റ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ കസ്റ്റമർക്കിടയിൽ അല്ലെങ്കിൽ ഫാർമേഴ്സിനിടയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. എന്നാൽ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫാർമേഴ്സിന് അപ്പം ഈ ഇൻകം എന്ത് ചെയ്യാം, ഹൈ ഈൽഡ് വെറൈറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈ ഈൽഡ് വെറൈറ്റീസ് വിത്തുകൾ വാങ്ങുവാൻ അവർക്ക് സഹായിക്കും. അതുപോലെ കൂടുതൽ നല്ല വളം ചേർക്കുവാൻ സഹായിക്കും. അതുപോലെ തന്നെ എന്താണ് കൃഷി സംരക്ഷിക്കുവാനും വേണ്ടി ആ പണം ഉപയോഗിക്കുകയും കൂടുതൽ ഇൻകം ഉണ്ടാക്കുകയും കൂടുതൽ നല്ല വെറൈറ്റി, നല്ല
breed food produceകൾ കർഷകർക്ക് ഉണ്ടാക്കുവാനും സാധിക്കും. This would also facilitate more efficient use of water. If generating 1 megawatt from a village is realistic, with 6 lakh villages, there is a potential of 600 gigawatt capacity creation. അത് പലപ്പോഴും എന്താണ് നമുക്ക് പലപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ 2030 409 ഗിഗാവാട്ട് ആണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ 6 ലക്ഷം വില്ലേജുകളിൽ ഒരു വില്ലേജ് ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 6 ലക്ഷം വില്ലേജിൽ നിന്ന് നമുക്ക് 600 gigawatt capacity creation സാധ്യമാവും. Such program would generate widely dispersed private investment and increased incomes as well. Income generation at village. Now that all households are getting LPG stoves and cylinders and have already got electricity connections, cow dung is no longer required for cooking. It can be converted in small village level plant to gas, which can be used as fuel for cooking and transport or to generate electricity. അത് പലപ്പോഴും എന്താണ് നമുക്ക് ചില ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ പലപ്പോഴും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൗ ഡങ് ചാണകമായിരുന്നു. പലപ്പോഴും അവരുടെ കുക്കിങ്ങിന് വേണ്ടി മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ എനർജി ക്രിയേഷന് വേണ്ടിയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എല്ലാ റൂറൽ ഏരിയാസിലും എന്താണ് ഗ്യാസ് സബ് കണക്ഷൻസും അതിനനുബന്ധമായിട്ടുള്ള ഇലക്ട്രിസിറ്റി അതുപോലുള്ള സാധ്യതകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ കൗ ഡങ് പലപ്പോഴും ഇപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. അത് മറ്റൊരു തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വളമായിട്ടും അല്ലെങ്കിൽ ഒരു കോമൺ പൂളിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഗ്യാസ് ജനറേഷൻ അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസ് ജനറേഷന് വേണ്ടിയിട്ടും സഹായിക്കും. അതുവഴിയും എന്ത് ചെയ്യാം ഈ ആളുകളുടെ ഇൻകം കൂട്ടുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. A government promoted system for procurement of this gas or electricity generated from this gas at a remunerative price would create the right incentives for private investment and income generation across villages. പലപ്പോഴും എന്താണ് പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ നിർമ്മിച്ചെടുക്കുന്ന ഗ്യാസ് ഇലക്ട്രിസിറ്റി ഇത് രണ്ടും എന്താവണം സ്റ്റേറ്റ് വാങ്ങിക്കുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. ഈ സ്റ്റേറ്റ് വാങ്ങിക്കുകയും സ്റ്റേറ്റ് ഇവർക്ക് എന്ത് ചെയ്യണം അവർക്ക് വേണ്ട ഇൻകം ജനറേറ്റ് ചെയ്യുകയും ചെയ്താൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യാം ഇത് വിൽക്കാൻ സഹായിക്കാം. അപ്പൊ എന്ത് ചെയ്യാം ഈ വിഭാഗം ആളുകൾക്ക് ഇൻകം ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് ഈ എനർജി ക്രിയേഷനും മാറുന്നതായിരിക്കും. ലൈഫ് സ്റ്റോക്ക് വെൽത്ത്. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് കാറ്റൽ പോപ്പുലേഷൻ ഇൻ ദി വേൾഡ് and the goal should be convert all the cow dung into useful commercial energy. This would be fit a case for a bit of a gross subsidy. Gross subsidy was used to get the national solar mission going on. The costs have been since falling dramatically. ഇത്തരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ആളുകളുടെ ഗ്രീൻ എനർജിയുടെ ഒരു ജനറേഷനും അതിന്റെ സപ്ലൈയും കൊണ്ട് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇൻകം ലെവൽ കൂട്ടുവാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളെയാണ് ഈ ആർട്ടിക്കിൾ നമ്മളോട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കപ്പു കമ്മ്യൂണിറ്റി റിസർവേഷൻ. എന്താണ് കാപ്പ് കമ്മ്യൂണിറ്റി എന്നതിനെ കുറിച്ച് ആദ്യം നോക്കാം. The Kapu are primarily an agrarian community based in ആന്ധ്രാപ്രദേശ്. ഇതൊരു പ്രിലിമിനറിക്ക് വേണ്ടി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഏത് റീജിയനിലാണ് ഈ കാപ്പു കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത്? ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര തെലങ്കാന റീജിയനിലാണ് ഈ ഒരു കാപ്പു കമ്മ്യൂണിറ്റി ഉള്ളത്. It is believed that they migrated from Gangetic plains, probably from Kampilia near Ayodhya thousands of years ago. ആയിരക്കണക്കിന് വർഷം മുൻപ് നമ്മുടെ ഗംഗാ നദീ തടതീരങ്ങളിൽ നിന്നും സൗത്ത് ബ്ലോക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു വിഭാഗമാണ് എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് കാപ്പു കമ്മ്യൂണിറ്റി. They entered what is present day Telangana and after clearing the forest along the banks of Godavari settled down to farming. The Kapu community is demanding inclusion in the backward caste category like they were before independence. The first major protest for the inclusion of Kapu in the backward classes was held in 1993. The government order was then issued for the inclusion of backward class. However, it was not honored. അപ്പം ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തെലങ്കാന റീജിയനിൽ നിന്നുള്ള കാപ്പു കമ്മ്യൂണിറ്റി വരുന്നത്. It is believed that they migrated from Gangetic plain. They entered into Telangana region and settled down around Godavari and started cultivation or started down
started farming over there in that region. അപ്പോൾ എന്താണ് ഇതിന്റെ 103ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് നമുക്ക് നോക്കാം ആദ്യം. It introduced an economic reservation, that is 10% quota in jobs and admission in education institute for economically weaker section. അതായത് 103ാം ഭരണഘടനാ ഭേദഗതി പുതിയ തലത്തിലേക്ക് ഒരു EWS, ഇക്കണോമിക്കലി വീക്കർ സെഷൻ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തുന്നു. അതിനകത്ത് പറയുന്നു 10% കോട്ട ആർക്ക് കൊടുക്കണം? EWS വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി അമെൻഡ് ചെയ്ത ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16. ഇറ്റ് ഇൻസേർട്ടഡ് ആർട്ടിക്കിൾ 15 ക്ലോസ് 6 ആൻഡ് 16 ക്ലോസ് 6. ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ പഠിക്കുമ്പോൾ, ഡീറ്റെയിൽ ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇറ്റ് വാസ് ഇനാക്ടഡ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പുവർ നോട്ട് കവേർഡ് ബൈ 50% റിസർവേഷൻ പോളിസി ഫോർ SC, ST ആൻഡ് സോഷ്യലി ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ്. നമുക്കറിയാം, നമ്മൾ ആർട്ടിക്കിൾ 15 പഠിക്കുമ്പോൾ ഒരുപാട് കേസുകളിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് ഇന്ദിരാ സോനി കേസ്. റീസെന്റ് അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈവൻ ദോ വി വിൽ ഡിസ്കസ് ഇൻ ബിഗ് ഡീറ്റെയിൽ അബൌട്ട് ഇന്ദിരാ സോണി കേസസ് ഇൻ ഫണ്ടമെന്റൽ റൈറ്റ് ക്ലാസസ് ആസ് വെൽ. ഇറ്റ് വാസ് ഇനാക്ടഡ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പുവർ നോട്ട് കവേർഡ് ബൈ 50% റിസർവേഷൻ പോളിസി. നമുക്കറിയാം, നമ്മൾക്ക് 50% ടോട്ടൽ സീറ്റിന്റെ അല്ലെങ്കിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉയർന്ന റിസർവേഷൻ എന്ന് പറയുന്നത് 50%. എന്നാൽ അവയെ അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒരു ഈ 50% സ്ലാബിനെ ഓവർകം ചെയ്യുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒന്നാണ് ഈ എക്കണോമിക് റിസർവേഷൻ എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് പ്രിൻസിപ്പൽ, ഇറ്റ് എനേബിൾ ബോത്ത് സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ് ടു പ്രൊവൈഡ് റിസർവേഷൻ ടു ദ EWS ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ എന്താണ് EWS റിസർവേഷൻ എന്ന് പറയാം? The persons who are not covered under the existing scheme of reservation for SC, ST and socially and educationally backward classes and whose gross annual family income is below rupees 8 lakh are to be identified as EWS for the benefit of reservation. നമുക്കറിയാം, EWS വരുന്ന അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന് പറയുന്നത് SC-യിലോ ST-യിലോ SC-BC-യിലോ ഉൾപ്പെടാത്ത ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ആ വിഭാഗത്തിന്റെ ആനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ആ വിഭാഗത്തെ എന്തായിട്ട് കണക്കാക്കണം? എക്കണോമിക്കലി വീക്കർ സെഷൻ ആയിട്ട് കരുതണം എന്നുള്ളതാണ് ഈ ഒരു EWS റിസർവേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. The income includes income from all sources: salary, agriculture, business, profession for the financial year prior to the year of application. ജോലി അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷന് മുൻപുള്ള തലയ സാമ്പത്തിക വർഷത്തിൽ എല്ലാ സോഴ്സിൽ നിന്നുമുള്ള ഇൻകം കൂട്ടിയാലും എന്തുണ്ടാവാൻ പാടില്ല? 8 ലക്ഷത്തിന് താഴെ വരാൻ പാടുള്ളൂ. The term family for this purpose will include the person who seeks benefits of reservation, his or her parents and siblings below the age of 18 years, as also his or her spouse and children below the age of 18 years. Status of EWS reservation. 10% of EWS reservation breaches the 50% limit to the reservation in employment opportunities set in Indira Soni case by central government. നമുക്കറിയാം, 10% എന്ന് പറയുന്നത് ഈ 50% ഉൾപ്പെടാതെ അഡീഷണൽ 10% കൂടിയാണ് എന്ത് പറയുന്നത്? ഈ റിസർവേഷൻ പറയുന്നത്. അത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സുപ്രീം കോടതി സെറ്റ് ചെയ്തിരിക്കുന്ന ഇന്ദിരാ സോനി കേസ് 1992 ജഡ്ജ്മെന്റ് പ്രകാരം സെറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം സ്ലാബ് എന്ന് പറയുന്ന 50%-നെ ഓവർകം ചെയ്യുന്ന 10% എന്നുള്ളതാണ്. ഗവൺമെന്റ് സ്റ്റാൻഡ് ഇസ് ദാറ്റ് ത്രൂ ordinarily 50% is the rule, but same will not prevent the amendment of constitution itself in view of the existing special circumstances to uplift the members of the society belonging to economical weaker section. എന്നാൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ച് ഈ നയത്തിനെതിരെ ഉള്ള ഒരു കൗണ്ടർ കമന്റ് ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഷ്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് സ്റ്റാൻഡ് ഇസ് ദാറ്റ് സാധാരണ 50% റിസർവേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഒരു കാരണവശാലും ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിൽ നിന്നും ഗവൺമെന്റിനെ തടയുന്നില്ല. എന്നാൽ ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം? ദേ ക്യാൻ ഗോ ബിയോണ്ട് ദെയർ ലിമിറ്റ് ടു അപ്ലിഫ്റ്റ് ദ സൊസൈറ്റി ഇൻ എ ബെറ്റർ വേ. മറ്റൊരു അല്ലെങ്കിൽ ബെറ്റർ രീതികളിൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു സൊസൈറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് വഴി മുന്നോട്ട് കൊണ്ടുവരാൻ അവകാശമുണ്ട് എന്നാണ്
ഗവൺമെന്റിന്റെ ഭാഷ്യമായിട്ട് പറയുന്നത്. Currently, the matter is in the Supreme Court, where it is recently referred the petition challenging the 103rd Constitutional Amendment Act 2019 to a 5-judge constitution bench, saying it involves a substantial question of law. ഇത് നമ്മൾ മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ട സാധ്യതകളാണ്. Currently it is in court. According to Article 145 Clause 3 of the Constitution, at least 5 judges need to hear cases involve substantial question of law as to the interpretation of the Constitution, or any reference under Article 143 which deals with the power of President to consult Supreme Court. വേണമെങ്കിൽ രണ്ട് പോയിന്റ് നമുക്ക് ഇവിടെ ലഭിക്കാം. ആർട്ടിക്കിൾ 143 ക്ലോസ് 5ഉം ആർട്ടിക്കിൾ 143യും. 143 പ്രസിഡന്റിന്റെ അധികാരമാണ്. എന്തിന്? ചില കാര്യങ്ങൾക്ക് സുപ്രീം കോടതിയെ കൺസൾട്ട് ചെയ്യാനുള്ള അവകാശമാണ് 143 പറയുന്നതെങ്കിൽ ആർട്ടിക്കിൾ 145ന്റെ 3 പറയുന്നു എന്താണ് 5 സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ എന്ന് ടാഗ് ചെയ്തിരിക്കുന്ന കേസുകൾ ചർച്ച ചെയ്യണമെങ്കിൽ, അത് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യണമെങ്കിൽ ഒരു കുറഞ്ഞത് 5 ജഡ്ജിമാരടങ്ങുന്ന ഒരു പാനൽ വേണം അതിനകത്ത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ. അതിന് ആണ് 145 ക്ലോസ് 3 ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിനെ രൂപീകരിക്കുവാൻ ഭരണഘടന അനുവദിക്കുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് ബെഞ്ച് കൺസിസ്റ്റിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5 ജഡ്ജസ് ഈസ് കോൾഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്നും വിളിക്കാറുണ്ട്. ഇത് രണ്ടും ചിലപ്പോൾ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ്. സോ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ആർട്ടിക്കിൾ 143 ക്ലോസ് 5, ആർട്ടിക്കിൾ 143 ആൻഡ് ദ ടൈറ്റിൽ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ആസ് വെൽ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളായിട്ട് നമ്മൾ ഇന്ന് എടുത്തു വെച്ചിരുന്നത്. കൃത്യമായിട്ട് നോട്ടുകൾ ഉണ്ടാക്കുകയും വായിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.